പക്ഷെ എങ്ങനെയുണ്ട് ആ ഒരു ആസ് എ ഹോൾ നല്ല മൂവിയാണ്. നമ്മൾ പൈസ പോയെന്നൊന്നും പറയത്തില്ല, നൈസ് മൂവിയാണ്. പക്ഷെ വൺ ടൈം വാച്ചാണ്, സെക്കൻഡ് ടൈം കണ്ട് പേടിക്കാൻ മാത്രമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞ ഒരു ഡീസന്റ് മൂവിയാണ്. നമുക്ക് ഒരു ഭയങ്കര മോശമാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാസ്റ്റിംഗ് ഒക്കെ നൈസാണ്, പ്രണവിന്റെ ആക്ടിങ് നല്ലതാണ്. അതാ പറഞ്ഞ സെക്കൻഡ് ടൈം വാച്ചിന് മാത്രമൊന്നുമില്ല, പക്ഷെ ഡീസന്റ്. പൈസ പോയെന്നൊന്നും പറയത്തില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല ഇനി കാണില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നൈസാണ്. തിയേറ്റർ വാച്ച് ആണ് ആക്ച്വലി. സൗണ്ട് എഫക്റ്റ് തിയേറ്ററിൽ വന്നാലേ രസം ഉണ്ടാവുള്ളൂ, അല്ലാതെ മിനി സ്ക്രീൻസിൽ OTT-ലൊന്നും അത്ര രസം ഈ രസം ഉണ്ടാവത്തില്ല. എങ്ങനെയുണ്ടായിരുന്നു പടം? നന്നായിരുന്നു. അങ്ങനെ 45 മിനിറ്റ്സ് ആണെങ്കിലും ഷോർട്ട് ടൈം ആണെങ്കിലും വെർത്താണ്, പൈസയ്ക്ക് വെർത്താണ്. പേടിക്കാനുള്ള എലമെന്റ്സ് ഉണ്ട്. സൗണ്ട് എഫക്റ്റ് ആണ് മെയിൻ. പിന്നെ സൗണ്ട് എഫക്റ്റ് ആണ് മെയിൻ. പിന്നെ പിള്ളേരൊക്കെ പേടിച്ചിട്ടുണ്ട്. ഏകദേശം ഓഡിയൻസ് ഉണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. സ്കേറി എലമെന്റിനെക്കാളും അതിൽ ട്വിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞ ആസ് എ ഹൈലൈറ്റ്. സ്കേറി മൂവി എന്നുള്ളതിനെക്കാളും ട്വിസ്റ്റ് സെക്കൻഡ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് അടിപൊളിയാണ്, നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യില്ല. നൈസായിരുന്നു.